ഹായ് മക്കളെ, ആണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വന്നതാണ്. ഈ കാര്യം നിങ്ങൾ ഇപ്പം തന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചിട്ടില്ല എങ്കിൽ നിങ്ങളുടെ മെയിൻ എക്സാം വരെ നിങ്ങൾ പരാജയപ്പെടാൻ സാധ്യത വളരെ കൂടുതലാണ്. ഇത് 9-നും 10-നും 8-നും ഒരുമിച്ച് റൺ ചെയ്യുമെന്നായിരുന്നു നമുക്ക് ഓൾറെഡി ലഭിച്ചൊരു അപ്ഡേറ്റ്. പക്ഷേ പുതിയ മാറ്റം വന്നിട്ടുണ്ട്. 8ാം ക്ലാസ്സുകാർക്ക് മാത്രമാണ് ഈ വരുന്ന മെയിൻ എക്സാമിനേഷന് നമ്മൾ പറയാൻ പോകുന്ന കാര്യം ചെയ്യാൻ പോകുന്നത്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ എഴുതി വാങ്ങുന്ന മാർക്കുണ്ട്, തിയറിയിൽ വാങ്ങുന്ന മാർക്കും ഉണ്ട്, കൂടാതെ നമുക്ക് 10 മാർക്ക് എക്സ്ട്രാ ഉണ്ടായിരിക്കും. അങ്ങനെ മൊത്തം 50 മാർക്ക് നമുക്ക് എക്സാമിനേഷൻ ഉണ്ടാവുക. ഈ 50 മാർക്കിലും കൂടി, അതായത് 50 മാർക്ക് നമ്മൾ മുഴുവൻ നമ്മൾ എക്സാം എഴുതുന്നുണ്ട്. അതെങ്ങനെയെന്ന് അറിയാവോ? 40 + 10 ആണ്. 40 ആണ് തിയറി, 10 ആണ് എന്ത്? മാർക്ക്. ഇതിൻ്റെ രണ്ടിലും കൂടി ടോട്ടൽ മാർക്കായ 50 മാർക്കിൻ്റെ 30% വാങ്ങിയാൽ നിലവിൽ നമുക്ക് ജയിക്കാൻ സാധിക്കുമായിരുന്നു. അതായത് 15 മാർക്ക് ലഭിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് നമ്മുടെ സബ്ജക്റ്റിലൊക്കെ വിജയിക്കാൻ സാധിക്കും. സയൻസിനൊരു ചെറിയ മാറ്റമുണ്ട്, ഞാൻ വഴിയെ പറയാം. ഓക്കെ, പക്ഷെ ഇപ്പം അങ്ങനെയല്ല. പുതിയ മാറ്റം എന്ന് പറഞ്ഞാൽ മാർക്കിൽ നമ്മൾ ഇനി ഒന്നും നോക്കാൻ പോകുന്നില്ല. എഴുതി വാങ്ങുന്ന 40 മാർക്കിലെ തിയറിയിലുള്ള, അതായത് 40 മാർക്കിൻ്റെ 30% നമ്മൾ വാങ്ങണം. അതായത് ഇനി അങ്ങോട്ടേക്ക് നമ്മൾ ജയിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ടതുണ്ട്? സിയുടെ 10 മാർക്ക് കൂട്ടാതെ എഴുതി തന്നെ നമ്മളെന്ത് വാങ്ങണം? 12 മാർക്ക് വാങ്ങണം. പണ്ട് അങ്ങനെയല്ല. പണ്ട് സിന്റെ മാർക്ക് എത്രയുണ്ട്? 10 തന്നെ ഉണ്ട്. വെറും 5 മാർക്ക് ലഭിച്ചാൽ നമുക്ക് 15 മാർക്ക് കിട്ടും, നമ്മൾ പാസ്സാവുമായിരുന്നു. ഇപ്പം അതങ്ങനെയല്ല. അപ്പം എങ്ങനെയാണ്? ഇപ്പോൾ നമ്മൾ എഴുതി വാങ്ങേണ്ട 40 മാർക്കിൻ്റെ 30%-മായ 12 മാർക്ക് ലഭിച്ചാൽ മാത്രമേ നമ്മൾ പാസ്സാവുള്ളൂ. ഇവിടെ മറ്റൊരു കാര്യം കൂടി ഉണ്ട്. സയൻസ് എക്സാമിനേഷൻ. പണ്ടൊക്കെ നമ്മൾ സയൻസ് 20 മാർക്കല്ലേ, 20 + 20 + 20 ആയിരുന്നു നമുക്ക് ഉണ്ടാവാറുണ്ടായിരുന്നു അല്ലേ? 20 + 20 മൊത്തം 60 മാർക്കാണ് നമ്മൾ എഴുതി വാങ്ങുന്ന മാർക്ക്. അതിലേക്ക് ഓരോന്നിൻ്റെയും 10 + 10 + 10. സയൻസ് ആകുമ്പം ഫിസിക്സ് 10 സി ഉണ്ടാവും, കെമിസ്ട്രി 10 സി ഉണ്ടാവും, ബയോളജി 10 സി, അങ്ങനെ മൊത്തം 30 മാർക്ക് സി ഉണ്ട്. അങ്ങനെ മൊത്തം 90 മാർക്കായിരുന്നു നമുക്ക് വേണ്ടിയിരുന്നത്. ഓക്കെ, ആ 90 മാർക്കിൻ്റെ 30% 27 മാർക്ക് ലഭിച്ചാൽ നമ്മൾ പാസ്സാവുമായിരുന്നു പണ്ട്. ഇപ്പം അങ്ങനെയല്ല മക്കളെ. ഇപ്പം എങ്ങനെയാണ്? നമുക്ക് മൊത്തം എഴുതി വാങ്ങാനുള്ള 60 മാർക്കില്ലേ, എഴുതി വാങ്ങുന്ന ഫിസിക്സിൽ 20, കെമിസ്ട്രി 20, ബയോളജി 20, അങ്ങനെ മൊത്തം 60 മാർക്ക് നമ്മൾ എഴുതി വാങ്ങണമല്ലോ. ഈ 60 മാർക്കിൻ്റെ 30% അതെത്രയെന്ന് അറിയാവോ? 18 മാർക്ക്. ഈ 18 മാർക്ക് നമ്മൾ എന്ത് ചെയ്യണം? എഴുതി വാങ്ങണം ഇനി അങ്ങോട്ടേക്ക്. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഫിസിക്സിൽ 6 മാർക്ക്, കെമിസ്ട്രിയിൽ 6 മാർക്ക്, ബയോളജിയിൽ 6 മാർക്ക്, അങ്ങനെ മൊത്തം ഓരോ സബ്ജക്റ്റിലും നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? 6 മാർക്ക് വീതം വാങ്ങേണ്ടതുണ്ട്. അപ്പോൾ ഇത് കൃത്യമായിട്ട് കൺഫേം ആക്കിയിട്ടില്ല. എല്ലാത്തിലും കൂടി സയൻസിൽ ടോട്ടലായിട്ട് 18 മാർക്ക് മതിയോ, അല്ലെങ്കിൽ ഓരോ സബ്ജക്റ്റും ഫിസിക്സിലും കെമിസ്ട്രിയിലും ബയോളജിയിലും 6 മാർക്ക് വീതം വേണോ എന്ന് കൃത്യമായിട്ട് ഇപ്പോൾ പറഞ്ഞിട്ടില്ല. നിലവിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? സയൻസിൽ നമ്മൾ ഇനി അങ്ങോട്ടേക്ക് 18 മാർക്ക് എഴുതി തന്നെ വാങ്ങേണ്ടതുണ്ട്. സോ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ചുരുക്കി പറഞ്ഞാൽ 8ാം ക്ലാസ്സുകാർ കുറച്ചുകൂടി പഠനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതുണ്ട്. അത് ചെയ്തില്ല എങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കും? നമ്മൾ പരാജയപ്പെടാൻ ചാൻസ് ഉണ്ടെന്ന് ഞാൻ വ്യക്തമായി പറയാണ്. സോ ഈ ഒരു കാര്യം നിങ്ങൾ ഫ്രണ്ട്സിനെ അറിയിക്കുക കേട്ടോ. സോ നിങ്ങൾ ആരും ടെൻഷൻ അടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. എകളിൽ കറക്റ്റായി കൃത്യമായി ക്ലാസ്സുകൾ മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. ധൈര്യമായിട്ട് കൂടാം. എല്ലാ ടീച്ചേഴ്സും വ്യക്തമായി കാര്യങ്ങൾ പറഞ്ഞു തന്ന് നന്നായിട്ട് പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഇനി മറ്റൊരു കാര്യോട് പറയട്ടെ, 9-നും 10-നും ഈ ഒരു വലിയ പണി ഇല്ല എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. അടുത്ത വർഷം നിങ്ങൾ 9ലേക്ക് കടക്കുമല്ലോ, നിങ്ങൾക്ക് 9ാം ക്ലാസ്സിലും ഇത് തന്നെയാണ് നടക്കാൻ പോകുന്നത്. നിങ്ങൾ 9-ന് 10ലേക്ക് പോകുമല്ലോ, അപ്പോഴും ഇത് തന്നെയാണ് നടക്കാൻ പോകുന്നത്. സോ നിങ്ങൾ ഭാഗ്യം ചെയ്ത കുട്ടികളാണ്. നിങ്ങൾക്ക് നന്നായിട്ട് പഠിച്ച് നന്നായിട്ട് മാർക്ക് വാങ്ങാൻ പറ്റും കേട്ടോ. അതിന് ഫുൾ സപ്പോർട്ട് പോയി ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. സോ നിങ്ങൾ ഈ വീഡിയോ നിലവിൽ ലൈക്ക് ചെയ്തില്ലേ, മസ്റ്റായിട്ട് ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിന് മസ്റ്റായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു ഇൻഫർമേഷൻ എല്ലാവരും അറിയേണ്ട കാര്യമാണ്. മസ്റ്റായിട്ട് ഷെയർ ചെയ്യുക കേട്ടോ. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.